വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കുറേ ഫ്രണ്ട്സ് നമ്മളോട് കുറേ റിക്വസ്റ്റ് പറഞ്ഞതിൽ നിന്ന് എടുത്തൊരു ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ചെറിയ ബോട്ടിലുകളിൽ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മളെപ്പോഴും വലിയ ബോട്ടിൽസിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊക്കെ എങ്ങനെയാണ് ക്രാഫ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പെയിൻറ്റിൻ്റെ ബോട്ടിൽ, അതുപോലെ ഇൻസുലിൻ ബോട്ടിൽ, അതുപോലെ സ്പ്രേ കുപ്പികൾ, അതുപോലെ തന്നെ നെയിൽ പോളിഷിൻ്റെ ബോട്ടിൽ, ഇതൊക്കെ നമുക്ക് കളയാതെ സൂക്ഷിച്ച് ഇതിലൊക്കെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബോട്ടിൽ ക്രാഫ്റ്റ് ഈ നല്ല ഭംഗിയായിരിക്കും ഇതിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ പെയിൻറ്റിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. എനിക്കൊന്ന് ഇന്നത്തെ ക്രാഫ്റ്റിന് ഈ പെയിൻറ്റിൻ്റെ ബോട്ടിലായിരിക്കും നല്ലത്. ഇത് കുറച്ച് നേരം സോപ്പ് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് ഇതിൻ്റെ പെയിൻറ്റും സ്റ്റിക്കറും എല്ലാം പോയി കിട്ടും. എന്നിട്ട് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതവിടെ ഇരിക്കട്ടെ. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിനി അടുത്ത് വേണ്ടത് എയർ ഡ്രൈ ക്ലേ ആണ്. എയർ ഡ്രൈ ക്ലേയുടെ ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോ നമ്മൾ അതാണ് ഇട്ടിരുന്നത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കാണിക്കാം, അതിപ്പോൾ കാണുക. അപ്പോൾ എയർ ഡ്രൈ ക്ലേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഹാർഡായിട്ടിരിക്കുക. എന്നിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ ഇത്തിരി ലോഷനോ എണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീമോ ഒന്നും കയ്യിൽ പുരട്ടിയിട്ട് കുഴയ്ക്കുകയാണെങ്കിൽ നല്ലോണം സോഫ്റ്റായി കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. പരത്തിയിട്ട് നമ്മൾ ഈ ഒരു ബോട്ടിലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫുൾ കവർ ചെയ്യണം. ആ ക്ലേ കൊണ്ട് ഫുൾ കവർ ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. കൈ കൊണ്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതിയാവും. കവർ ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ നമുക്ക് ക്ലേ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതും കവർ ചെയ്ത് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ഫുൾ കവർ ചെയ്ത്, അപ്പോൾ ബോട്ടിലാന്ന് അറിയേയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഉണങ്ങി വരണം. ഓക്കെ, ഇതായിട്ടുണ്ട്. ഇതിന് മീതെ നമുക്ക് ഉണങ്ങി വരുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ഒരു ഡിസൈൻ ഇട്ട് കൊടുക്കാം. ഡിസൈനായിട്ട് നമ്മൾ പെൻസിലിൻ്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ ബ്രഷിൻ്റെ ബാക്ക് സൈഡോ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ മതി. ഇതിപ്പം ക്ലേയുടെ ടൂളാണ്, അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് വെച്ചൊന്ന് ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇതിപ്പോൾ കളറ് ഇല്ലാത്ത എയർ ഡ്രൈ ക്ലേ ആണ്, അതായത് വെറും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എയർ ഡ്രൈ ക്ലേ. ഇതിൽ കളർ യൂസ് ചെയ്ത് കുഴയ്ക്കുകയാണെങ്കിൽ ഓരോ കളറും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ബോട്ടിലും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. ക്ലേ ഫുൾ കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടി വേറൊരു ഡിസൈനാണ് ഞാൻ ചെയ്യുന്നത്. അതായത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കും. അതായത് ഇതുപോലത്തെ ഒരു ഡിസൈൻ. എന്നിട്ട് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ദേ കണ്ടോ, ഇത് വെച്ച് നമുക്ക് മൊത്തത്തിലൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചുറ്റിയെടുക്കാം. ഇത് നമുക്ക് ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇതിന് മുകളിൽ പെയിൻറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ദേ മൊത്തത്തിൽ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഈ രണ്ട് കുപ്പിയിലും നമുക്ക് കുറച്ച് ക്ലേ ഉള്ളിൽ വെച്ച് കൊടുക്കണം, ഫില്ല് ചെയ്യണം. അപ്പോൾ ദേ ഞാൻ ക്ലേ ഫില്ല് ചെയ്യാണ്. അപ്പോൾ രണ്ടിലും ഞാൻ ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഇനി പച്ച കളറിലെ എയർ ഡ്രൈ ക്ലേ എടുത്തു. ഇത് ഞാൻ ക്ലേയുടെ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിരുന്നു എങ്ങനെ പച്ച കളറിൽ ഞാൻ ചെയ്യുന്നതെന്ന്. കുറച്ച് അക്രിലിക് പെയിൻറ്റ് വൈറ്റ് എയർ ഡ്രൈ ക്ലേയിലോട്ട് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചാൽ മതി. അപ്പോൾ നമുക്കത് കിട്ടും. അപ്പം നമ്മൾ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഒരു ബോൾ എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലത്തെ കുറച്ച് പെറ്റൽസ് കിട്ടും. ഇതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിൽ എടുക്കണം. കുറച്ച് ഏറെ ഉണ്ടാക്കി വെക്കണം കേട്ടോ, അന്നേരം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ക്ലേ ഉണ്ടല്ലോ, കുപ്പിയിൽ ഇരിക്കുന്ന ക്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം. കുത്തി എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഹോൾസ് ഇടണം. എന്നിട്ട് നമുക്ക് ഫെവിക്കോള് വെക്കാം. ഇപ്പം നമുക്ക് ഓരോ പെറ്റൽസ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ 1-2 ലെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഒരു കണ്ടോ, ഈ ഒരു ഇങ്ങനെ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്കൊരു 2 ലെയറോളം ഞാൻ ചെയ്ത് കഴിഞ്ഞു. 2 or 3 ഒക്കെ ചെയ്യാം. കാണാൻ നല്ല ഭംഗി ആണെങ്കിൽ അതിങ്ങനെ ലെയറായിട്ട് വെക്കുന്നത് നല്ല ഭംഗിയായിരിക്കും. ഇനി ഒരു റോസാപ്പൂ പോലെ നമുക്കൊന്ന് ഒന്നിനോടൊന്ന് ചേർത്ത് വെച്ചിട്ട് ഒന്നാക്കിയെടുക്കണം. കാരണം അതിൻ്റെ സെൻട്രലായിട്ട് വെക്കാൻ വേണ്ടിയായി. ഇത് ശരിക്കും പറഞ്ഞാൽ സക്ലൻസ് ഒക്കെ ഇല്ലേ, അതായത് വീട്ടിൽ വെക്കുന്ന ചെറിയ വീടിനുള്ളിൽ വെക്കുന്ന പ്ലാന്റ്സ്, അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കണ്ടോ, അത് വെച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാവുള്ളൂ ശരിക്കും. കണ്ടോ, ഇപ്പോൾ കറക്റ്റ് അത് ആയില്ലേ. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേറെ ഒരു ഇതും കൂടി ഉണ്ട്. അതായത് അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ
ക്ലേ എടുത്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമിയതിന് ശേഷം ഇതുപോലെ കിട്ടും. ഇതിങ്ങനെ യോജിച്ച് ഒരുമിച്ചാക്കുക. അപ്പം മുന്തിരിക്കൊലയില്ലേ അതുപോലെ കിടക്കും. അപ്പോൾ അതിങ്ങനെ കുറച്ച് കൂടുതലായിട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ അത് അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെ ചെയ്തിട്ട് നമ്മൾ കുപ്പിയിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഇതുപോലെ കണ്ടോ, ഇതുപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് ഒന്ന് അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ കുറച്ച് ഏറെ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കുപ്പിയിലോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഞാൻ 2 സൈഡിലും ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതാണ് സാധനം. അപ്പോൾ 2 സൈഡിലും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് പെയിൻറ്റ് ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി വരണം, എന്നിട്ട് മാത്രമേ പെയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ അടുത്ത കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഇരിക്കില്ല അധികം. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് ഓരോ ലീഫ് വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പം നമ്മൾ പച്ച എഡ്രൈ ക്ലേ വെച്ചിട്ട് ഓരോ ബോൾസ് ആക്കിയതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടും. എന്നിട്ട് വെയിൻസ് വരച്ചു, ഇലകളിലെ വെയിൻസ് ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട്, ഒരു കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അടുപ്പിച്ചടുപ്പിച്ചായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു ഇലയുടെ രൂപം, വട്ടത്തിലുള്ള ഇലയുടെ രൂപം കിട്ടി. അപ്പോൾ 1-2 ലെയർ നമുക്കത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു ഈച്ച കിടന്ന് പറക്കുന്നുണ്ട്, വലിയ ശല്യമായിട്ട് വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത പൂ ഉണ്ടാക്കാം. അപ്പോൾ ഫ്ലവറിനായിട്ട് ഞാൻ വയലറ്റ് എയർഡ്രൈ ക്ലേ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തു. എന്നിട്ട് കൈ കൊണ്ടൊന്ന് കുഴിച്ചു കൊടുക്കാം. കുഴിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു ചെറിയ പൂവായിട്ട് കിട്ടും. ഭയങ്കര വലിയ പൂവല്ല, ഒരു ചെറിയ പൂ. ഇപ്പോൾ കാണാൻ ജസ്റ്റ് ഒരു പൂവായിട്ട് ഫ്ലവറായിട്ട് തോന്നും. കണ്ടോ, ഇതുപോലെ ഒന്ന് ജസ്റ്റ് കുഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കാണാൻ ഒരു ചെറിയ ഫ്ലവറായി മാറിയത്. അപ്പോൾ ഇതുപോലെ 4-5 ഒക്കെ ഉണ്ടാക്കുക. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ ഒരു 4 മതിയാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിനൊക്കെ ഇപ്പോൾ ക്ലേ ടൂളിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ക്ലേ ടൂൾ എടുക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ബ്രഷിൻ്റെ അറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണിതൊക്കെ. അപ്പോൾ ഇതുപോലെ ഫ്ലവർ ഓരോന്നായിട്ട് അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ കണ്ട ഒരു ഫ്ലവറായി. അപ്പോൾ അത് ആകണമെങ്കിൽ ഒരു അല്പം കൂടെ പരിപാടിയുണ്ട്. അപ്പോൾ ഒരു മഞ്ഞ കളറിലെ എയർഡ്രൈ ക്ലേ എടുത്ത് ചെറിയ ബോൾസ് ആക്കിയിട്ട് അതിനുള്ളിൽ വെച്ച് കൊടുക്കണം. അപ്പോൾ കറക്റ്റ് ഫ്ലവറായിട്ട് തോന്നും. കണ്ടോ, കാണാൻ ഇപ്പോഴാണ് കുറച്ചും കൂടെ ഭംഗിയായത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. അപ്പം നമ്മുടെ അടുത്ത ബോട്ടിലും ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെ ഫെവിഗ്രിലിൻ്റെ അക്രിലിക് പെയിൻറ്റ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. അത് വൈറ്റ് കളർ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. വൈറ്റോ ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്യാം കേട്ടോ അതിനകത്ത്. അപ്പോൾ വൈറ്റ് കളർ കൊടുത്തതിന് ശേഷം ഒരു ഡബിൾ കളറൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കളറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് ഈ ചെറിയ ബോട്ടിൽ ഇതുപോലെ ചെയ്ത് വയ്ക്കുമ്പോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എല്ലാവരും ചെയ്ത് നോക്കണം, എളുപ്പം തന്നെയാണ് ചെയ്യാൻ. അപ്പോൾ ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിലുള്ള വീഡിയോ കാണുക. അപ്പോൾ അത് വെച്ച് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം നമുക്ക്. ടാറ്റാ.